നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി മുതൽ നീണ്ടകര വരെ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയാണ്. നമ്മളിപ്പം കരുനാഗപ്പള്ളി കഴിഞ്ഞ് നേരെ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം ഇവിടെ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിങ് പൊളിക്കാനായിട്ട് ബാക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. കാരണം അതിപ്പോഴും പൊളിക്കാത്തത് അതിനകത്ത് കുറച്ച് ആൾക്കാർ, വിശ്വസമുദ്രയുടെ കുറച്ച് തൊഴിലാളികൾ അതിനകത്ത് താമസിക്കുന്ന കാരണം കൊണ്ടാണ് അതിപ്പോഴും പൊളിക്കാതിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ കമ്പിയുടെയൊക്കെ വർക്ക് നടക്കുകയാണ്. പിന്നെ നേരെ വരുന്നത് കന്നേറ്റി പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. കരുനാഗപ്പള്ളി ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് പിന്നെ കന്നേറ്റി പാലത്തിൻ്റെ കയറ്റമാണ്. അതിപ്പം ഫ്ലൈ ഓവറിൻ്റെയും പിന്നെ കന്നേറ്റിയുടെ ഇടയ്ക്ക് ഇത്രയും വരുന്ന സ്ഥലത്തായിട്ട് മിക്കവാറും കുറച്ചും കൂടെ അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞൊരു ഇറങ്ങി വന്നിട്ട് പിന്നെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തോട്ടൊരു കയറ്റം കയറുമ്പം അവരത്രയും താഴ്ചയിലോട്ട് കൊണ്ടുപോകുന്നു തോന്നുന്നില്ല. കുറച്ച് ഹൈറ്റിലായിട്ട് രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ചെയ്യുന്നത്. നമ്മളിപ്പം നേരെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു 10 ഗർഡറുകൾ പണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പെൻഡിങ്ങിലായിരുന്നു. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു 10 ഗർഡറുകൾ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കന്നേറ്റി പാലം കഴിഞ്ഞ് വരുമ്പോൾ വലതു ഭാഗത്തായിട്ട് പണി തീർന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ വരുന്നത് കന്നേറ്റി പാലം കഴിഞ്ഞ് പിന്നെ കുറ്റിവട്ടം ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ കുറച്ച് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഒരു മാസം മുമ്പേ തന്നെ ടാറിങ്ങിൻ്റെ പണി കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബോക്സ് കൾവർട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും തുറന്നിട്ട് അടിയിൽ കലുങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ കുറ്റിവട്ടം എത്തുന്നതിന് മുമ്പ്, പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ വലതു ഭാഗത്തായിട്ട് ഇത് ഏകദേശം എനിക്ക് തോന്നിക്കുന്ന ഒരു 2 മാസം മുമ്പേ ചെയ്തതാണ്. നമ്മളിപ്പം കുറേ നാളിന് ശേഷമാണ് ഇപ്പം ഡ്രോൺ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത്. അതായത് കരുനാഗപ്പള്ളി മുതൽ ചവറ കന്നേറ്റി വരെയുള്ള ഒരു വീഡിയോ നമ്മൾ കുറേ നാളിന് ശേഷമാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരെ കുറ്റിവട്ടം ഭാഗത്തേക്കാണ് വരുന്നത്. കുറ്റിവട്ടം പമ്പൊക്കെ വരുമ്പോൾ ഇവിടെ പമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇടതുഭാഗത്ത് കുറച്ചും കൂടെയൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികൾ ഇനിയും ബാക്കി കാണുന്നുണ്ട്. നമ്മളിനി നേരെ വരുന്നത് കുറ്റിവട്ടം ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ അവിടെയാണ് ഒരു സ്മാൾ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ കൂടി വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടി കടത്തി വിട്ടിട്ട് ഒറ്റ ലെവലിലുള്ള പണിയാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഇതുപോലെ തന്നെ നമ്മൾ തോട്ടപ്പള്ളിയിൽ നിന്ന് കരുവാറ്റ ഭാഗത്തോട്ട് പോകുമ്പോഴും അവിടെയും ഒരു അണ്ടർപാസിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിനകത്തുണ്ട്. അത് കഴിഞ്ഞേച്ച് നമ്മൾ പിന്നെ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പം വലതുഭാഗത്തായിട്ട് തന്നെ കുറ്റിവട്ടത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് കുറച്ച് ലോഡ് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതുഭാഗത്ത് അവർ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ മണ്ണെടുത്ത് മാറ്റിയ സ്ഥലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുത്തത് 11/7/2024 ഏകദേശം ഒരു 8:30-9 മണി സമയത്തെടുത്തതാണ്. അപ്പം തൊഴിലാളികളൊക്കെ വരുന്നതിന് മുമ്പ് വന്ന് എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വെറ്റമുക്ക് ഭാഗത്തോട്ട് അടുക്കുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് നാളിന് മുമ്പേ ഉള്ള വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ഈ ഇപ്പം വലതുഭാഗത്ത് കാണുന്ന ടാറിങ് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞാണ്. പിന്നെ നമ്മൾ വരുന്നിടത്ത് അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് വെറ്റമുക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെയാണ് പിന്നെ അടുത്ത അണ്ടർപാസ് ഉള്ളത്. അവിടെയും ഒരു സ്മാൾ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെറ്റമുക്ക് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഇവിടെ ഇപ്പം രണ്ട് സൈഡിലുമൊക്കെ ആയിട്ട് റിട്ടേണിംഗ് വാൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലോഡ് മണ്ണ് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് പണികൾ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ഇവിടെയും റിട്ടേണിംഗ് വാൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് വരുമ്പം രണ്ട് സൈഡിലും ഇപ്പം അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കുറേയൊക്കെ ലോഡ് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഒത്തിരി പണികൾ ഇനിയും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. ഇവിടെ ഇനി ഒരു കലുങ്കിൻ്റെ നിർമ്മാണമൊക്കെ ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് ഇടപ്പള്ളിക്കോട്ട ഭാഗത്തേക്കാണ്. ഇവിടെ വലതുഭാഗത്ത് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. അതും കുറേ നാളിന് മുമ്പേ ടാർ ചെയ്തതാണ്. പിന്നെ വേറെ പറയാൻ ഇവിടെ വലുതായിട്ട് വേറെ പണിയൊന്നും നടന്നിട്ടില്ല. ഇടതുഭാഗത്തായിട്ട് കുറച്ച് സ്ഥലത്ത് അവരിപ്പോൾ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിരിക്കുന്ന പണിയാണ്. ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം പകുതിയോളം കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടപ്പള്ളിക്കോട്ട ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടപ്പള്ളിക്കോട്ട ഭാഗത്തോട്ട് അടുക്കുമ്പം ഒരുപാട് പണി ഇടപ്പള്ളിക്കോട്ട ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ടാറിങ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെയും ഒരുപാട് പോസ്റ്റൊക്കെ ഇനിയും റോഡിൻ്റെ നടുക്കായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതെല്ലാം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിൽപ്പുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റേണ്ട പണികളൊക്കെ ഇനിയുണ്ട്. പിന്നെ നമ്മൾ എടപ്പള്ളിക്കോട്ട ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ വരെ അവരിപ്പോൾ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്.
ഇവിടെ ഇടപ്പള്ളിക്കോട്ടയിലും അണ്ടർപാസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് സമരമൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ നമുക്ക് വിശദമായിട്ടൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞ് പിന്നെ നേരെ വരുന്നത് KMML ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി പുരോഗമിക്കാനുണ്ട്. വലതുഭാഗത്ത് നമ്മൾ കാണുന്ന ഭാഗം ടാർ ചെയ്തത് കുറേ നാളിന് മുമ്പേ ചെയ്ത് കഴിഞ്ഞതാണ്. അന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് പണി പുരോഗമിച്ചതാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് പണി ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. പണി ഒരുപാട് ഇനിയും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പുരോഗമിക്കാനുണ്ട്. നമ്മളിനി നേരെ വരുന്നത് KMML ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് പന്മന ഭാഗത്തേക്ക് ആയിട്ട് അടുക്കുമ്പം ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണമൊക്കെയാണ് നടക്കുന്നത്. നമ്മളിപ്പം ഇനി കാണാൻ പോകുന്നത് ഇവിടെ KMML അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. പകുതിയോളം അണ്ടർപാസിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലുമൊക്കെ ആയിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് വലുതായിട്ട് കൊണ്ടുവന്നിട്ട് ഉയർത്തി തുടങ്ങിയിട്ടില്ല. കുറച്ച് നാളിന് മുമ്പേ നമ്മൾ കണ്ടതുപോലുള്ള മണ്ണ് കൊണ്ടിട്ടിട്ടുള്ള പണികൾ മാത്രമേ കുറച്ച് നടന്നിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. വലിയ അണ്ടർപാസാണ്, ഓച്ചിറയിലേക്ക് കൂട്ട് തന്നെ വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. പകുതിയോളം കഴിഞ്ഞ് ബാക്കി രണ്ട് സൈഡിലുമായിട്ട് വരുന്ന ഭിത്തിയുടെയൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളുമൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ താണ്ടെ റിട്ടേണിംഗ് വാളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ KMML കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ വരുന്നത് ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് വരുന്നത്. നമ്മൾ ചവറ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇപ്പോൾ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം, ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇവിടെ പിന്നെ ഇടതുഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ഇത്രയും റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് തന്നെ പ്രൈം കോട്ട്, സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി മിക്കവാറും ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ടാറിംഗ് വർക്കുകൾ ഉടനെ ആരംഭിക്കും. കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ടാണ് കണ്ടോ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ പകുതിയോളം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ശങ്കരമംഗലം സ്ഥലത്തായിട്ടാണ് ഉള്ളത്. ഇനി നേരെ വരുന്നത് നല്ലെഴുത്ത് മൂക്കിലോട്ടാണ് വരുന്നത്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ടാണ് ചവറ കോളേജ് ഉള്ളത്. ഇവിടേക്ക് നാണ്ട് വലതുഭാഗത്തായിട്ട് കുറച്ച് ലോഡ് മണ്ണും കൂടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലെഴുത്ത് ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുന്നിടത്താണ് ഇപ്പം നല്ല ആക്റ്റീവായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബോക്സ് കൾവർട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നിലവിലിപ്പം വാഹനങ്ങൾ കടന്നു പോകുന്നത് കുറേ നാളിന് മുമ്പേ പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തായിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് ടാർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ നല്ലെഴുത്ത് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് കുറേ ലോഡ് മെറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നിരത്തി ഉള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തും ഈ ഒരു പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ സൈഡിലായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടെ മെറ്റിലേക്ക് ഇട്ട് നിരത്തി കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ പണി പുരോഗമിക്കാനുണ്ട്. നമ്മളിനി കുറച്ചും കൂടെ മുമ്പോട്ട് വന്ന് കഴിയുമ്പോഴാണ് പിന്നെ കൊറ്റംകുളങ്ങര ഭാഗത്തായിട്ടുള്ള അണ്ടർപാസ് ഉള്ളത്. ആ ഒരു കാരണം കൊണ്ട് ഇനി രണ്ട് സൈഡിലും ഇവിടെയും കുറച്ച് റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയായിരിക്കും ഉള്ളത്. ഇവിടെയും അണ്ടർപാസിൻ്റെ പകുതിയോളം നിർമ്മാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. ഇനിയും നമ്മുടെ ഇവിടെ ഇടതുഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ആ റിട്ടേണിംഗ് വാൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് റിട്ടേണിംഗ് വാൾ കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ കാണാൻ പറ്റും ആ വെള്ളം നിൽക്കുന്ന ഭാഗത്തായിട്ട് കുറച്ച് ബ്ലോക്ക് അവർ ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവിടെ ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് രണ്ട് സൈഡിലുമൊക്കെ ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട്. നമ്മൾ ചവറ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരുമ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി പുരോഗമിച്ചിട്ടുണ്ട്. കുറച്ച് നീളത്തിലൊക്കെ ആയിട്ടാണ് പുരോഗമിച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് പണി പുരോഗമിച്ചെന്ന് അങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല. കുറച്ച് പണി കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. നേരെ വരുന്നത് ഇനി ചവറ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം ചവറ ബസ് സ്റ്റാൻഡൊക്കെ നിൽക്കുന്നിടത്ത് ഭാഗത്തൊക്കെ പണ്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതായിരുന്നു. എല്ലാം മുറിച്ച് മാറ്റിയിട്ടുള്ള പണികളിപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പൈലിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഇവിടെ പൈലിംഗ് വർക്കുകൾ ഇപ്പം നിലവിൽ ഒരാളവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ പണി തുടങ്ങിയതേ ഉള്ളൂ. രാവിലെ വന്ന് എടുത്ത വീഡിയോ ഉണ്ട്. അധികം നമുക്ക് ആൾക്കാരെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചവറ പാലം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ അതേപോലുള്ള പണികളാണ് പുരോഗമിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബോക്സ് കൾവർട്ടൊക്കെ പറക്കി വെച്ചിട്ട് കലക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മളിനി നേരെ വരുന്നത് പുത്തുന്തറ ഭാഗത്തേക്കാണ് വരുന്നത്. പുത്തുന്തറ ഭാഗത്ത് ഇപ്പോഴും അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. മിക്കവാറും അവിടെ കാണാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ എപ്പോഴേ നമ്മൾ കുറ്റിവട്ടം ഭാഗത്ത് തുടങ്ങിയ സമയത്ത് തന്നെ അവിടെയും തുടങ്ങാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ഇവിടെ പക്ഷേ റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പണിക്കുള്ളതായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി എവിടെയെങ്കിലും അണ്ടർപാസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇത് കഴിഞ്ഞ് വെച്ചാൽ ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കത്തില്ല. നമ്മൾ പുതിയ അപ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ എപ്പോഴും ചെയ്യുന്നതായിരിക്കും. നമ്മൾ പുത്തുന്തറ കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ നീണ്ടകര താലൂക്ക് ആശുപത്രി എടുത്തിട്ടാണ് വരുന്നത്. അവിടെ മുതൽ ഇപ്പം പണി വീണ്ടും അവിടെയും വേഗത കൈവരിച്ചിട്ടുണ്ട്. നമ്മൾ പുത്തൻതുറ കഴിഞ്ഞ് വെച്ച് നേരെ നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ടുള്ള ബിൽഡിങ്ങിലാണ് താലൂക്ക് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇവിടെ വരുമ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രിക്ഷൻ സ്ലാബും ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കുറേ അധികം ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. മിക്കവാറും അണ്ടർപാസ് ഇവിടെയിലും ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കുറേ മെറ്റലും പുതിയതായിട്ട് കൊണ്ടുവന്ന് ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നീണ്ടകര ഭാഗത്തോട്ട് നീണ്ടകര പഞ്ചായത്ത് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് പണി പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നേരത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഭാഗത്ത് പഴയ റോഡ് പൊളിച്ച് കളഞ്ഞേച്ച് പഴയ മണ്ണ് നീക്കം ചെയ്ത് പഴയ റോഡ് എടുത്ത് മാറ്റിയതാണ്. പൊളിച്ച് മാറ്റിയിട്ട് പൊടിച്ച് ക്രഷ് ചെയ്തിട്ട് എടുത്ത് മാറ്റിയതാണ്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഇവിടെ പുതിയതായിട്ട് മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ബാക്കി ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തും പുരോഗമിക്കാനുള്ള ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ്. ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടെ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് കൾവർട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നീണ്ടകര പാലം വരെ പോകത്തില്ല. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരെയുള്ള ദൃശ്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളൂ. നമ്മൾ പിന്നെ മുമ്പോട്ട് നീണ്ടകര വരെയുള്ള ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കരുനാഗപ്പള്ളി മുതൽ നീണ്ടകര വരെയുള്ള പുതിയ ആറൂരി പാതയുടെ പുതിയ അപ്ഡേറ്റ്. പിന്നെ വേറൊരു കാര്യം വീഡിയോയുടെ തുടക്കം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറയാൻ പറ്റില്ല. കാര്യം ഇതാണ്, മിക്ക സ്ഥലത്തും അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് കൂടുതൽ ആക്സിഡൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ KMML അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് 2 ആക്സിഡൻറ്റ് കാണാൻ പറ്റി. അതേപോലെ തന്നെ എറണാകുളത്തൊരു ഓട്ടം പോയപ്പോൾ ആലപ്പുഴയിൽ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വെച്ചും ഇതേപോലെ ആക്സിഡൻറ്റ് കാണാൻ പറ്റി. കാരണം എനിക്ക് തോന്നിക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വാഹനങ്ങൾ സ്പീഡിൽ വന്നേച്ച് പിന്നെ പണി കഴിയുന്ന ഭാഗത്തുനിന്ന് പിന്നെ ഇറങ്ങിപ്പോകുന്ന സമയത്തോ എതിരെ വരുന്ന വാഹനം നോക്കാതെ ഇറങ്ങിപ്പോകുന്നതാണ് പ്രധാന കാരണമെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഇറങ്ങിപ്പോകാൻ നോക്കുന്നത് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിക്ക സ്ഥലത്തും കണ്ടത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ആക്സിഡൻറ്റ് കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് എത്തുമ്പം കുറച്ച് സ്ലോവിൽ വരാൻ ശ്രമിക്കുക. കൂടുതൽ ആക്സിഡൻറ്റ് അവിടെ ആയിട്ടാണ് കണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ പോകാൻ ശ്രമിക്കുക. പല സ്ഥലങ്ങളിലും പുതിയതായിട്ടൊക്കെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് വഴിതിരിച്ച് വിടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.